കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള മലിനജലം തൊട്ടടുത്ത മായനാട് പ്രദേശത്തെ വിഷമയമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 40 വർഷമായി നടക്കുന്ന ഈ മലിനീകരണം മൂലം മായനാട് പ്രദേശത്തെ ജനജീവിതം തന്നെ താറുമാറായി. കാർഷിക കേന്ദ്രീകൃതമായ ഒരു ജീവിതം നഷ്ടമായി പോയ ഒരു കൂട്ടം മനുഷ്യരുടെയും ഒരു ദേശത്തിൻ്റെയും നേർക്കാഴ്ചയാണിത്. കഴിഞ്ഞ 40 കൊല്ലമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും അനുബന്ധ സ്ഥാപനങ്ങളിൽ നിന്നും ഒഴുക്കിവിടുന്ന മലിനജലം വിഷമയമാക്കിയ മായനാട് ദേശത്തെ കാഴ്ച. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കിഴക്കേ താഴ്വാരമായ ഇവിടെയാണ് ആശുപത്രിയുടെ മാലിന്യ ടാങ്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മാലിന്യ ടാങ്കുകളാണിവ. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെയും ഹോസ്റ്റലുകളിലെയും മലിനജലം ഈ ടാങ്കുകളിലേക്ക് നേരിട്ട് ഒഴുക്കിവിടുകയാണ്. ഇത് ഈ പ്രദേശത്ത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കിണറുകളെയാണ് ഈ മലിനജലം ആദ്യം വിഷലിപ്തമാക്കിയത്. ഇവിടുത്തെ തെളിനീരുറവകൾ കൊടും വിഷം വമിക്കുന്ന നീർച്ചാലുകളായി തീർന്നിരിക്കുന്നു. ടാങ്കുകൾ വേണ്ടത്ര മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിൻ്റെ ഭിത്തി പൊട്ടി വൻതോതിലും മലിനജലം പുറത്തേക്ക് ഇടവഴികളിലേക്കും പാടശേഖരങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. ഇത് ഏകദേശം കോർപ്പറേഷൻ പരിധിയിൽ ഒരു 2.5 കിലോമീറ്റർ ഏരിയയിൽ പരന്നൊഴുകി ആ പ്രദേശങ്ങളിലെ കിണറുകളിലേക്ക് കിനിഞ്ഞിറങ്ങുകയും അവിടെ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവിടെ ആ പ്രദേശങ്ങളിലൊക്കെയുള്ള കിണറുകളിൽ ഇത്തരത്തിലുള്ള ചില മൂലകങ്ങളുടെ അളവ് കൂടുന്നതായും അതുപോലെ മനുഷ്യമരത്തിൽ കാണുന്ന ചില ഈക്കോളി ബാക്ടീരിയ അടക്കമുള്ള ബാക്ടീരിയകളുടെ അളവ് വൻതോതിൽ കൂടിയതായിട്ടും ഈ ലാബുകൾ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കിണറുകൾ വിഷമയമായതോടെ കുടിവെള്ളം മുട്ടിയ നാട്ടുകാർക്ക് പകരം സംവിധാനം ഏർപ്പെടുത്താൻ അധികൃതർ തയ്യാറായില്ല. ഒടുവിൽ ഓംബുഡ്സ്മാൻ ഉത്തരവിട്ടതോടെയാണ് ഇവിടേക്ക് പൈപ്പ് ലൈൻ ഇടാൻ അധികൃതർ തീരുമാനിച്ചത്. ദാഹമകറ്റാൻ പൈപ്പ് വെള്ളം മാത്രമാണ് ഇപ്പോൾ ഇവർക്ക് ആശ്രയം. ഒരൊറ്റ കോർപ്പറേഷൻ പൈപ്പാണ് ഞങ്ങൾക്കുള്ളത്. ആ പൈപ്പിൽ നിന്നാണ് ഞങ്ങൾ വെള്ളം എടുത്തിട്ട് ജീവിക്കുന്നത്. അല്ലാതെ എത്രയേ ദൂരം നടന്നിട്ട് വേണം ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുവരാൻ. അല്ലാതെ ഒരു കിണർ കുഴിക്കാൻ പറ്റൂല. വേറെ ഒരു സ്ഥലത്തുനിന്ന് ഒരു തുള്ളി വെള്ളമല്ല. ഈ കോർപ്പറേഷൻ പൈപ്പിൽ വരിക രാത്രിയാണ് വെള്ളം. രാത്രി കാത്തിരുന്നിട്ട് വെള്ളം പിടിച്ച് വെച്ചിട്ട് വേണം മുഴുവൻ നമ്മുടെ ആവശ്യങ്ങൾ കഴിക്കുക. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളും ഇവിടുത്തെ മനുഷ്യർക്ക് ദുരിതം വിതക്കുന്നു. മഴക്കാലമാവുന്നതോടെ ഇവരുടെ ജീവിതം നരകതുല്യമാവുകയാണ്. കുട്ടിയൊക്കെയാണ് മേലൊക്കെ ചുണങ്ങുണ്ടാവുക. അത് പിന്നെ ആശുപത്രി കൊണ്ട് പിന്നെ ശ്വാസം മുട്ട് തീരെ വിട്ടുവരാത്ത ശ്വാസം മുട്ടുണ്ടാവും. വളർച്ചയൊക്കെയാണ് ഭയങ്കര കുറവ്. ഈ കാലിനാണ് ഞങ്ങൾക്ക് കൂടുതൽ പ്രശ്നം വരിക. കാല് പൊട്ടിക്കീറുക, ചൊറിഞ്ഞു പൊട്ടുക. മാലിന്യ ടാങ്കുകളുടെ അറ്റകുറ്റപ്പണി നടത്താനോ ചെളി മാറ്റാനോ അധികൃതർ തയ്യാറാകുന്നില്ല. നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന മലിനജലം പരിസര പ്രദേശത്തെയാകെ നശിപ്പിച്ചിരിക്കുകയാണ്. കാർഷിക കേന്ദ്രീകൃതമായ ഒരു സംസ്കൃതി ഈ മലിനജല പ്രവാഹത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു. 20 കൊല്ലം മുമ്പ് വരെ സമൃദ്ധമായി കൃഷി നടന്നിരുന്ന പ്രദേശമാണിത്. മലിനജലം കനിഞ്ഞിറങ്ങി തുടങ്ങിയതോടെ ഈ പ്രദേശത്തിൻ്റെ ഊർവരത നഷ്ടമായിരിക്കുന്നു. 2.5 കിലോമീറ്റർ ചുറ്റളവിൽ കൃഷി പാടെ നശിച്ചിരിക്കുകയാണ്. തെങ്ങിൻ്റെ തലയൊന്നുമില്ല. കാര്യമായിട്ടുള്ള നമ്മൾ ആ ഏരിയയിലുള്ള തെങ്ങൊക്കെ പോയി കിടക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ വാഴ വെച്ച് നല്ല കൃഷി നടത്തുന്ന ആൾ തന്നെയാണൊക്കെ. അപ്പം വാഴ കൃഷി ഇല്ല. അപ്പം ഓരോ കൂലിപ്പണിക്ക് പോവുക. പണി തന്നെ ഇല്ല. അപ്പോൾ ആ അവസ്ഥയിലാണ്. അതീവ അപകടകാരികളായ പല മൂലകങ്ങളും ഈ മണ്ണിനെ വിഷതുല്യമാക്കിയിട്ടുണ്ടെന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. യാതൊരുവിധ ശുചീകരണവും നടത്താതെ മലിനജലം നേരിട്ട് കുഴലുകളിലൂടെ ഈ ടാങ്കുകളിലേക്ക് ഒഴുക്കിവിടുകയാണ്. ആരോഗ്യ കാർഷിക ജീവിതത്തിനൊപ്പം ഇവിടുത്തെ സാമൂഹ്യ ജീവിതവും ഈ മലിനജല പ്രവാഹത്തിൽ താറുമാറായിരിക്കുന്നു. ആഘോഷരഹിതമായ ഇരുണ്ട ജീവിതത്തെ ആശ്ലേഷിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടും നിർബന്ധിതരാവുകയാണ് ഇവിടുത്തെ ജനത. വളരെ ദയനീയമായ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഇവിടെ ഒരു സെൻറ്റ് ഭൂമി വിൽക്കാനോ ഒരു കുട്ടികളെ കല്യാണം നടത്താനോ ഒന്നിനും ആളുകൾ താല്പര്യം കാണിക്കുന്നില്ല. ഇവിടേക്ക് പുതിയ ആളുകൾ വരാൻ ഇഷ്ടപ്പെടുന്നില്ല. പുതിയ വീടുണ്ടാകുന്നില്ല. ഇപ്പോൾ എത്രയോ കല്യാണം മുടങ്ങുന്നുണ്ടല്ലോ. എത്രയോ അന്വേഷിച്ചിട്ടാണ് 1 കൊല്ലം 3 കൊല്ലമൊക്കെ അന്വേഷിച്ചിട്ടാണ് പോരോ കുട്ടികളെ ഇങ്ങോട്ട് ഭാഗത്തേക്ക് കൊടുക്കില്ല. കുട്ടികളെ ആരും ഇവിടുന്നോട്ട് കൊണ്ടുപോകണമില്ല. മലിനജല പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പ്രക്ഷോഭങ്ങൾ ഇവിടുത്തുകാർ നടത്തിയിരുന്നു. എന്നാൽ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ ചെയ്തത്. പ്രശ്നപരിഹാരത്തിനായി LDF സർക്കാരിൻ്റെ കാലത്ത് ചില പദ്ധതികൾക്ക് രൂപം നൽകിയെങ്കിലും പിന്നീട് അതും നിലച്ചു. ഇത്തരത്തിൽ ഔദ്യോഗിക തലത്തിലും അല്ലാതെയും നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുകയും സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ചിലതിനൊക്കെ അംഗീകാരവും ലഭിക്കുന്നു. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി 5.8 ലക്ഷം രൂപ നമുക്ക് HDS എടുക്കാൻ പറഞ്ഞേക്കും. അപ്പോൾ HDS കൂടാതെ നമുക്ക് വേറൊരു എമൗണ്ട് ഇന്ന് 2 സെക്രട്ടറിയിൽ നിന്ന് വന്നത്. അപ്പോൾ അവരുടെ ഈ പബ്ലിക് ക്ലീനിങ് പ്രോഗ്രാം വന്നിട്ടുണ്ട്. 3 ടാങ്കുകൾ അത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഉള്ള വിഷമം അവർക്ക് തീരും. എന്നാൽ മായനാട്ടുകാരൻ്റെ ജീവിതം ഈ കറുത്ത വെള്ളത്തിൽ അലിഞ്ഞു തീരുകയാണ്. ഇതിന് ശാശ്വതമായി പരിഹാരമുണ്ടാക്കണമെന്നാണ് ഈ ജനത ആവശ്യപ്പെടുന്നത്.